കാക്കയും പ്രാവൊക്കെ വെള്ളാപ്പീടുമ്പോ അത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളക്കാർ തന്നെ എടുത്തത്. ഇതിപ്പോ ആ കറുത്ത കളറിൽ ഇട്ട് വെച്ചിരിക്കണം. സീസൺ ആകുമ്പോ കളർ ചേഞ്ച് ആവോ എന്തോ. കണ്ട പയറും കടലയും അടിച്ച് കയറ്റി ഇതൊരു വയറിളക്കോ. ജസ്റ്റ് മിസ്. അതെ, നിങ്ങളെല്ലാം എടുത്തു വെച്ചാ? വണ്ടർലയിൽ എത്തുമ്പോ വെള്ളത്തിൽ ഇറങ്ങാൻ നേരത്തെ ഇടാനുള്ള സ്വിമ്മിംഗ് സൂട്ട് അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. പതുക്കെ പറയും, അവറ്റകള് കേക്കും. കൊച്ചിയിലുള്ള രമണി അമ്മമ്മേരെ 16-ന് പോണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണം അവന്മാരടുത്ത്. അയ്യോ, ഓ കോമളം സിൽക്സിന്ന് ഞാൻ സാരി എടുത്തോണ്ട് വണ്ടർലാ ടിക്കറ്റ് കിട്ടി. അതുകൊണ്ട് ഇങ്ങനെ പോവാൻ പറ്റി. നിനക്കടിച്ചപ്പോ എന്നെയും കൂടെ കൊണ്ടുപോകാനുള്ള മനസ്സ് നീ കാണിച്ചില്ലേ? ഒരു ടിക്കറ്റ് അടിച്ചോളോ, രണ്ടാമത്തെ ടിക്കറ്റ് സന്ദരീരയാണ്. അത് അവളറിയാതെ ഞാൻ എടുത്ത് വണ്ടി. അവളെ എന്നെ കൂട്ടാത്ത സാന്തയും കൂട്ടി സൂ കാണാൻ പോയേക്കാണ്. അവൾ അങ്ങനെ ഇപ്പൊ വണ്ടർലേക്ക് പോണ്ട. ചന്ദ്രി എങ്ങാനും ഇതറിഞ്ഞാ ഇതെല്ലാം കൂടെ നിങ്ങളെ തലയിൽ കെട്ടി വെക്കും. സാമദ്രോഹി. ഐ ആൾവേസ് ഹാവ് എ പ്ലാൻ ബി. ഞാനും കോമളം സിൽക്സിന്ന് 2 സാരി എടുക്കാൻ പോണു. എന്നിട്ടാ കിട്ടണ 2 ടിക്കറ്റിന്ന് എനിക്കും സൈലന്റിക്കും കൂടെ വണ്ടറിലേക്ക് ടൂർ പോവാലോ. ആരുമായിട്ട്? സൈലന്റ് ആയിട്ട് നമുക്ക് 2 പേർക്കും ഒരു പ്രാവശ്യം കൂടി ടൂർ പോവാലോ വണ്ടർലയിലോട്ട്. ഞാൻ ഇപ്പൊ മരിച്ചേനാ. എന്തായാലും കൊള്ളാം. 1000 ഒരു സാരി എടുത്ത ഒരു ടിക്കറ്റ് ഫ്രീ. 1000? അത്രയില്ലേ? അപ്പൊ 500 ആയിരിക്കും. 20,000 രൂപ. 20,000? ആ പൈസ ഉണ്ടായി നമുക്ക് ഗോവയ്ക്ക് എങ്ങോട്ടെങ്കിലും പൊക്കിവിടായിരുന്ന അടി. നിങ്ങൾ എന്തിനു പറയണത്? ഇതാവുമ്പോ 20,000 രൂപ സാരിയും കിട്ടി, വണ്ടർലാ ടിക്കറ്റും കിട്ടിയില്ലേ, ലാഭം. എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ വണ്ടർലയൊക്കെ പറ്റി? 16-ന് പോണില്ലേ? രമണി മാമീരെ 16 എന്ന് പറയുമ്പം ഒരു വണ്ടറല്ലേ ആ കാര്യം പറഞ്ഞത്. അതെന്തിന് വണ്ടർ അടിക്കണം? അല്ല, 16 എന്ന് പറയുമ്പോ ഒരു ത്രില്ല് കിട്ടൂലേ നമുക്ക്. രാവിലെ എന്നെ അച്ഛന്റെ കിളി പറന്നെന്നാണ് തോന്നണ. ആകെ 3 പ്രാവശ്യം എന്റെ കിളി പറന്നിട്ടുള്ളൂ. ഒന്ന് ഇവളെ കെട്ടിയപ്പോഴും, പിന്നെ നിങ്ങൾ 2 ജനിച്ചപ്പോഴും. എന്റെ മക്കൾ 2 പേരും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ 16 കൂടാൻ പോടാ. വിശപ്പുണ്ട്. എന്തരമ്മാ നിങ്ങൾ പറയണത്? ഇനിയിപ്പോ അച്ഛന്റെ 16 ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കൂടാ. ഡേയ്, നമ്മളിവിടെ ഇല്ലാന്ന് കരുതിയേ ഇവിടെ കിടന്ന് വ്യാളത്തരം കാണിക്കരുത്. ഞാൻ അക്കരപ്പറമ്പിൽ ഒരു 16 മൂട് വാഴ നട്ടേണ അറിയാല്ല. അത് കൊലച്ചെങ്കി എടുത്ത് വിൽക്കണം, കാശാക്കണം. കേട്ടല്ലേ? വിറ്റിട്ട പൈസ നമ്മൾ എടുത്തോട്ടാ. എടുത്തോ. ആ, എന്നിട്ട് ആ പൈസ നീ ഗൂഗിൾ പേ വഴി അയച്ചു തന്നാ മതി. അതല്ല, ഈ ഫാമിലി ഗ്രൂപ്പിലൊന്നും 16-നെ പറ്റി, മരണ വാർത്തയെ പറ്റിയൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലേ? രമണി മാമൻ മരിച്ചതേ രഹസ്യമായിട്ടാണ്. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല, നമ്മൾ മാത്രമേ അറിഞ്ഞോളൂ. ഓ അങ്ങനെ. നിങ്ങൾ കുളിക്കല്ലേ മനുഷ്യ? പോവാൻ സമയമായി. ഇനിയിപ്പോ ഇവിടുന്ന് കുളിക്കണോ ചിലച്ചേ? നമുക്ക് വേവപ്പൂളിന്ന് കുളിച്ചാ പോരെ? വേപ്പൂളാ? അല്ല, ഫ്രിഡ്ജേ നമുക്ക് വേൾപൂൾ ആക്കണോടാ. സുംസംഗ് അത്ര പോരാ, തണുപ്പും ഇല്ലേ. അപ്പോഴേ കുളിക്കാൻ പറ്റൂ. ഓ, എന്തൊരു തണുപ്പ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാമേ. ഫ്രിഡ്ജ് മാറ്റാറായി. 16 വന്നിട്ടേ നമുക്ക് മാറ്റാം. എന്തൊക്കെയോ എവിടെയൊക്കെയോ. എടാ പിന്നെ പോട്ടാ. ഓച്ചാ, ആഹാരമൊക്കെ നിറയിൽ കുറെ പുല്ല് നിൽക്കല്ലേ, ചെത്തി കഴിച്ചാൽ മതി. മക്കളെ ഓവറാക്കി ചളാക്കാതടി, അവന്മാര് കണ്ടുപിടിക്കും. നീ ആ തലയും കൈയെടുത്ത് അകത്തിട്ടാണ്. അല്ലെങ്കിൽ വണ്ടല ചെയ്യുമ്പോഴേ ഉടലിൽ മാത്രമേ കാണുള്ളൂ. ഒന്നാമതേ കാണാൻ വൃത്തിയിട്. അപ്പോൾ അതും കൂടെ ഇല്ലെങ്കിലാ. ജിമ്മില് പോവാ സമയായി. അമ്മ, നമ്മളെ പ്രോട്ടീൻ ഷേക്കും കുപ്പിയും വെള്ളവും തോർത്തും എല്ലാം എടുത്ത് വെക്കി. ജിമ്മിൽ പോണം. അതിനെടുത്ത് വെക്കാൻ അമ്മ അച്ഛനൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം നമ്മൾ തന്നെ എടുത്ത് വെക്കണം. ആ, എങ്കിൽ നീ എടുത്തു വേ. നീ എടുത്തു വേ. ഒരു കാര്യം ചെയ്യാം, ടോസ് ഇടാം. ആ, ടോസ് ഇടാം. അയ്യോ, ടോസ് ഇടാനുള്ള കോയിൻ ഇല്ല. നീ ആദ്യം പോയ കോയിൻ എടുത്തിട്ട് വാ. കോയിൻ നീ എടുത്തിട്ട് വാ. കോയിൻ നീ പോയി എടുത്തിട്ട് വാടാ. നീ പോയി എടുത്തിട്ട് വാടാ പട്ടി. എന്നെ പട്ടിന്ന് വിളിക്കണ? പട്ടി വിളിക്കോടാ പട്ടി. അമ്മ ഇല്ലാത്തോണ്ട് ജിമ്മിൽ പോക്ക് നടന്നില്ല. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും. നമ്മൾ എന്തിനാ അതൊക്കെ ആലോചിക്കണ? അമ്മ, ഇന്ന് കഴിക്കാൻ തരേ.
അതിനിവിടെ അമ്മ ഇല്ല വിളിച്ചു കൂവാൻ. അമ്മ 16-ന് പോയി. നമ്മൾ തന്നെ ഉണ്ടാക്കണം. മാഗി ഇരിക്കല്ലേ, നമുക്ക് മാഗി ഉണ്ടാക്കാം. ഓക്കെ, മാഗി എവിടെ ഇരിക്കണം? അമ്മ മാഗി എവിടെ ഇരിക്കണേ? മാഗിക്ക് എങ്ങനെയാ രാവിലെ തന്നെ കഴിക്കണത്? പ്രോട്ടീൻ പോണ്ടേ അകത്തോട്ട്. നിന്റെ അല്ലേ പൈസ വല്ല തിരിപ്പുണ്ടാ? ഉണ്ട്. എങ്കിൽ നമുക്ക് പുറത്തു പോയി കഴിച്ചാലാ? ഓ, പക്ഷെ 18 രൂപയ്ക്ക് എന്ത് കിട്ടും? തപ്പണ്ട. അപ്പൊ മാഗി എന്നെ ശരണം. ആ എടാ, ഒരു സംശയം. നിന്റെ ബ്രഷ് പച്ചയാണോ അതോ മഞ്ഞയാണോ? മഞ്ഞ. ഓ ഷിറ്റ്. എന്താടാ? അത് വെച്ചാണ് ഞാൻ പല്ല് വെച്ച. സാരമില്ല, ഞാൻ പുതിയ ബ്രഷ് എടുത്തായിരുന്നു. പിന്നെ ആ മഞ്ഞ ബ്രഷിട്ടാണ് ഞാൻ ഇന്നലെ വാഷ് ബേസിൻ കഴിയുക. ഞാൻ പോയി മാഗി ഉണ്ടാക്കട്ടെ. ഇതെന്തരടാ, മാഗിയുടെ വെള്ളം മാത്രല്ലേ ഉള്ളൂ, ഉണ്ടാക്കിയ മാഗി എവിടെ? മാഗിയിലെ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി. അപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ ഊറ്റിക്കളയാൻ വേണ്ടി വാഷ് ബേസിൽ എടുത്തത് കമത്തിയപ്പം മാഗി എല്ലാം കൂടെ വാഷ് ബേസിൽ ഊറ്റിപ്പോയി. എനിക്ക് വിശക്കട്. പോടാ, കള്ളം പറയാതാ. പോടാ. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അച്ഛന്റെ വാഴക്കൊല നിൽക്കുകയല്ലേ, അത് വിറ്റ് കാശാക്കി പുട്ടടിക്കാം. അച്ഛൻ ചോദിച്ചാല? കൊലയല്ല, കൊരങ്ങന്മാര് കൊണ്ടുപോയെന്നങ്ങ് പറയാം. നീ പറഞ്ഞതുപോലെ തന്നല്ലടാ, വാഴക്കൊല മൊത്തം കുരങ്ങന്മാര് കൊണ്ടുപോയി. കരുനാക്കൻ. വാഴത്തട വെട്ടി തോരൻ വെച്ചെന്നാ നീ കഴിക്കോ? അതിന് നിനക്ക് തോരൻ വെക്കാൻ അറിയാമോ? പച്ചക്ക് വെട്ടി തന്നാ കഴിക്കോ? ആ, അതോ ഒരു കൊല നിൽക്കണം. എവിടെ? കൊലയാണ്. ഞാൻ വാഴ പിടിക്കാം, നീ കൊല പിടിച്ചോളേ. ഓ, എന്റെ കൊല അല്ല, ഈ കൊല. അപ്പൊ ആര് വെട്ടും? എങ്കിൽ ഞാൻ കൊല പിടിക്കാം, നീ വാഴ പിടി. ഓക്കെ, അപ്പോഴും ആര് വെട്ടോടാ? എന്നാ പിന്നെ ഒന്നും പിടിക്കണ്ട, ഞാൻ വെട്ടും, നീ കൊല പിടിച്ചോളണം. ഓക്കെ, ഡൺ. എടാ, ഈ കൊല എത്ര കിലോ ഉണ്ടാ? ഒരു 19 കിലോ കാണും. ഭാഗ്യത്തിന് കൊലയ്ക്ക് മാത്രം ഒന്നും പറ്റിയില്ല. 2 കൊല കൂടെ കിട്ടിയിരുന്നെങ്കിൽ മട്ടൻ മന്തി വാങ്ങിക്കായിരുന്നു. ഹലോ അമ്മ, പറയ്. മക്കളെ വല്ലതും കഴിച്ചാ? ഓ, നമ്മളിവിടെ അൽഫാം മന്തിയാണെന്ന് കരുതി അപ്പവും മുട്ടറോസ്റ്റും ഉണ്ടാക്കി കഴിച്ച്. അച്ഛൻ എവിടെ? അച്ഛൻ്റെ അവിടെ റോളർ കോസ്റ്റർ ആയിരിക്കാറ് തലയിറങ്ങി ഇവിടെ ഇരിക്കണ്. റോളർ കോസ്റ്ററാ? അല്ല, ഒരു ചിക്കൻ റോൾ വാങ്ങിച്ചിട്ടേ അത് കഴിച്ച് തലയിറങ്ങി ഇരിക്കണം ഇവിടെ. രമണിയമ്മയുടെ ചടങ്ങൊക്കെ എന്തിനായി? രമണിയമ്മ അതാ പയറ് പോലെടാക്കാണ്. രമണിയമ്മയ്ക്ക് പയറും പൊട്ട് ഭയങ്കര ഇഷ്ടമല്ലേതാണ്. അതുകൊണ്ട് രാവിലെ ഇവിടെ പയറും പൊട്ടും ഉണ്ടായി കഴിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കണം. അഞ്ഞലൂഞ്ഞാല? രമണി മാമിക്ക് ഓണാകുമ്പോ അഞ്ഞില് ഊഞ്ഞാല് കെട്ടിയാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാണ്. ഓ വാ, ശരി ശരി. അമ്മ എന്തിനു പറഞ്ഞടാ? അമ്മ ഊഞ്ഞാലാടാണ്. ഇതാരിവിടെ കിടന്ന് വിളിച്ചു കൂവണ? ചന്ദ്രി മാമിയാ? അയ്യോ മാമി, നമുക്ക് ആ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കാണ്. മാമി എന്തിനാ മാമി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാ? ബുദ്ധിമുട്ടായാ? അയ്യോ, ഇതിലൊന്നുമില്ല. ഇത് ചേച്ചി 4 കറി എന്ന പാത്രം. നിങ്ങൾ വല്ലതും കഴിച്ചാ? ഒന്നും കഴിച്ചില്ല. രാവിലെ ഉണ്ടാക്കിയ മാഗി പാളിപ്പോയി. അതുകൊണ്ട് ഇപ്പം പോയി ഒരു മന്തി വാങ്ങിച്ച് കഴിക്കാൻ. ആ, വയ്യാത്തോണ്ടേ മാമി ഒന്നും ഉണ്ടാക്കിയില്ല. എന്തെങ്കിലും ഓർഡർ ചെയ്യണോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ വാങ്ങിച്ചല്ല, അത് കഴിക്കാം. സിൽസില ഹോട്ടലിലെ മന്തി അത്ര അങ്ങ് കൊള്ളൂലാമി. കൊള്ളൂലാത്ത ആഹാരമാണോ വാങ്ങിച്ച് കഴിക്കണത്? ഒന്നാമത് ഇവിടെ ജൽജി ചേച്ചി ഇല്ല. ഒരു കാര്യം ചെയ്യാം, നീ കഴിക്കണ്ട, മാമി കഴിച്ചോളാം. ആ, നിന്റെ പങ്ക് പോയേ, നീ എന്റെ പങ്ക് കൂടെ ഉള്ളൂ. ചിക്കൻ മന്തിയാ? എക്സ്പ്രഷൻ കണ്ടിട്ട് ചിക്കൻ മന്തി കഴിക്കൂലെന്ന് തോന്നണം. വാമി ചിക്കൻ മന്തി. ചിക്കൻ മന്തി കഴിക്കും, മട്ടൻ മന്തി കഴിക്കൂല. ഇവന് പറഞ്ഞപ്പോ മാറിപ്പോയതാണ്, ഇത് മട്ടൻ മന്തിയാണ്. ഇനിയിപ്പോ ഏതായാലും എന്ത്, വാങ്ങിച്ചോണ്ട് വന്ന സാധനം വേസ്റ്റ് ആക്കാൻ പറ്റോ? മാമി കഴിക്കും. ഏതായാലും ഫുൾ മന്തി വാങ്ങിച്ചത് നന്നായി. അൽഫാം മൊത്തം എനിക്കും കഴിക്കാൻ പറ്റി, റൈസ് മൊത്തം നിങ്ങൾക്കും കഴിക്കാൻ പറ്റിയില്ലേ? അമ്മ ഇല്ലാത്തോണ്ട് വലിയ പാട് തന്നെയല്ലേ? തന്നെ. ഇപ്പൊ മനസ്സിലായടാ ആ തള്ളയുടെ വില? നമ്മളെ മന്തി വാങ്ങിച്ച് വെച്ചിട്ട് നമ്മളെ പറയണ. ഇനിയിപ്പോ രാത്രി എന്തോന്ന്? രാത്രി ഇതുപോലെ നോ ഫുഡ്, പട്ടിണി ഡയറ്റേ. ഇനി എന്തുണ്ടെങ്കിലും വിളിക്കും മാമിയ.
ഉണ്ടെങ്കിൽ മാത്രമല്ല, ഉണ്ടാക്കിയാലും വാങ്ങിച്ചാലും മാമിയെ വിളിക്കണം. മാമി വരും, കഴിക്കും. മാമി ഇവിടെ വന്നപ്പം അമ്മയുടെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടി 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 കിട്ടി, വയറ് നിറച്ച് കിട്ടി. എല്ല് പോലും ബാക്കി വെച്ചിട്ടില്ല. വീട്ടില് അമ്മയും അച്ഛനും ഇല്ലാത്തോണ്ട് ഒരു രസവും ഇല്ല. 3 നേരം കറക്റ്റ് ഫുഡ് കിട്ടണില്ലല്ലേ? ഹലോ അച്ഛാ. മക്കളെ, രാത്രി നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കട്ടെ കേട്ടാ. ഇട്ടിയും പാർക്കനോടെ കൂട്ടിടക്കാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഓ അമ്മയാ? അവള് ബ്രേക്ക് ഡാൻസ് ഇല്ലേ, അതായത് രമണി അമ്മയുടെ ഫെയർവെൽ ആയിട്ടെ കുടുംബക്കാരെല്ലാം എല്ലാരും കൂടെ വിചാരിച്ച് ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കാം. അങ്ങനെ എല്ലാരും കൂടെ കൂടി ബ്രേക്ക് ഡാൻസ് കളിക്കാം. പിന്നെ ബ്രേക്ക് ഡാൻസ് നടക്കട്ടെ, ശരി അച്ഛാ. ഇവര് 16-ന് തന്നെ പോയത്? അല്ല, പിന്നെ വണ്ടർലയില്. വാ, നമ്മളെ അറിയിക്കാതെ പോയതാണ്. നീ ഇതെങ്ങനെ കണ്ടുപിടിച്ച്? നമ്മളെ അച്ഛനല്ലേ കൂടെ പോയിരിക്കണ, ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടേക്കണ്. ബ്രില്യന്റ് ഡാഡി. ആരാണ് ബൈക്ക് അടിച്ചാ? ആരും മദ്യപിച്ച് വണ്ടി ഓട്ടിക്കരുത്. ഞങ്ങൾ ഓട്ടിച്ചു, ഞങ്ങൾ വീണു. ഇട്ടി മോനെ പാടാ. അയ്യോ, വണ്ടി ഇടിച്ചപ്പോ എന്റെ ഇട്ടി ആവിയായി പോയേ. എടുത്തോട്ട് വന്ന തോർത്ത എത്രല്ലേ ഉള്ളത് വെച്ച് പോവാ. അടിപൊളി. ഇട്ടിമാമനും ഭാർഗവ മാമനും നമുക്ക് രാത്രി കൂട്ടടക്കാൻ വന്നതാണ്. ഈ നട്ടുച്ചയ്ക്കാ? രണ്ടുപേരും നല്ല ഫോമിലാണെന്നാണ് തോന്നണ. മക്കളെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂട്ടിടക്കാൻ വന്നതാണ് ഇട്ടിമാമനും ഭാർഗവ മാമനും. അത് പോട്ടെ, അച്ഛൻ എവിടെ പോയി? അച്ഛൻ വണ്ടർലയില് 16-ന് പോയി. അയ്യോ, എന്റെ രഘു മരിച്ച് 16 ആയ. പോസ്റ്റർ അടി, പോസ്റ്റർ അടി, ചരമക്കോളത്തി പോസ്റ്റർ അടി. പോസ്റ്റർ അടി, അണ്ണ റെഡി, കൊണ്ടാണ്ട കൊളുത്തും കട്ടി റെഡി. വെള്ളം ഒഴിച്ച വരി കിടക്കണം. രഘു പോയല്ലേ? ചെലച്ചയാ അമ്മയും അച്ഛന്റെ കൂടെ പോയി. പോയാ എന്റെ അമ്മനാരെ കൊണ്ടാണ് കർത്താവേ രഘു കുടുംബം പോയത്. പോസ്റ്റർ റെഡി, അണ്ണ റെഡി, കൊണ്ടാണ്ട കൊളുത്തും കട്ടി. വെള്ളം ഒടിച്ച് പിച്ചും പേരെന്ന് പറയണ. അമ്മയും അച്ഛനും കൂടെ നമ്മളത്തെ പറഞ്ഞത് 16-ന് പോയെന്നാണ് രമണി അമ്മൂമ്മേര. പക്ഷെ അവര് നേരെ പോയത് വണ്ടർലേക്ക് ടൂറ്. ഓ അങ്ങനെ. എന്റെ കർത്താവേ, മകളെ നേരെ ഇരുട്ടി നമുക്ക് കിടക്കണ്ടേടാവേ. അതിന് ഇരുട്ട് വീണില്ലല്ല, ഇരുട്ട് വീണിട്ട് നമ്മളെ കണ്ടില്ല, എപ്പോഴേ ഇരുട്ട് കേറി. നമുക്ക് പോയി കിടന്നുറങ്ങാം. കോക്കാച്ചിരണ സമയമാണിത്. കോക്കാച്ചി ഭയങ്കര പേടിയാണ്. ആരൊക്കെ പിള്ളേർക്കാ? എനിക്കിടാ പോയെ. വാ. രണ്ടുപേരും വല്ലതും ഞെണ്ണിയോ? ഉച്ചക്ക് കുറച്ച് ചോറ് കഴിച്ച തന്നെ, വേറെ ഒന്നും കഴിച്ചില്ല. അയ്യോ, എന്നാ പിന്നെ രണ്ടുപേരും ഇന്ന് പട്ടിണി കിടന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു. ഒരു കട്ടയിട്ട് കുടിക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കാൻ നോക്കണ, കത്തടന്നുമില്ല ഗ്യാസ്. പുണ്യാണ്. ഗ്യാസ് അടുപ്പ് താഴെ, ലൈറ്റർ ഇട്ടടിക്കുന്നത് മേളില്. എടാ മഴ പോത്തെ, അടുപ്പ് കത്തിക്കുമ്പോ ആദ്യം മണ്ണെണ്ണ ഒഴിക്കണ്ടേ, എന്നാലല്ലേ കത്തു. മകളെ, മണ്ണെണ്ണ അവിടെ ഇരിക്കുന്നു. പെട്രോളായാലും മതി, കത്തിക്കാന്ന് മതി വീട് മൊത്തത്തിൽ. മണ്ണെണ്ണേ ഒന്നോട്ട് ഒഴിക്കൊന്നും വേണ്ട, കട്ടനല്ലേ നമ്മൾ ഇട്ടുതരാ. നിങ്ങൾ ഹാളിൽ പോയിരിക്കും. ഗുഡ് ഡിസിഷൻ. ഒരു സ്ഫോടനം നിങ്ങൾ ഒഴിവാക്കി. പണ്ട് ഞാൻ 1998 മൂത്രമൊഴിച്ച് ഇതുപോലെ സ്ഫോടനം ഒഴിവാക്കിയിട്ടുണ്ട്. മക്കളെ, നിനക്കറിയാമോ? ഇല്ല, അറിഞ്ഞൂടാ. അറിയാത്ത കാര്യത്തിൽ തലയിടാൻ പോകരുത് എന്ന ആര് പഠിപ്പിച്ചു? ഭാർഗവൻ മാമൻ. കള്ള് എന്നെ കുടിച്ചേക്കണ. 1 കിലോ അടയ്ക്കയ്ക്ക് 600 രൂപ എങ്കിൽ 5 കിലോ അടയ്ക്കയ്ക്ക് എന്നാ കിട്ടടാവേ? പറടാ പന്നി. 1000. നീയൊക്കെ പഠിക്കാൻ തന്നെയാണോ സ്കൂളിൽ പോയത്? അത് പിന്നെ ഒരുങ്ങി കെട്ടി നിർത്തിയാ പോവാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ സ്കൂളിലൊക്കെ പോയത്. എങ്കിൽ നീ പഠിക്കാൻ തന്നെയാണ് സ്കൂളിൽ പോയത്. ഉത്തരം കറക്റ്റ്. ആദ്യത്തെ പ്രാവശ്യം കണക്ക് ശരിയാവണം. മക്കളെ, മാമൻ വീണ്ടും ചോദിക്കാണ്, നിനക്കറിയാമോ? അറിയാ. എങ്കിൽ അറിയാവുള്ള കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കരുത് എന്നാര് പഠിപ്പിച്ചു? ഭാർഗവൻ മാമൻ.
അച്ഛനും അമ്മയും വണ്ടലാട്ടം എങ്ങോട്ടൊക്കെ ട്രിപ്പ് പോട്ട് അത് നിങ്ങളുടെ മാനങ്ങളെ വിളിച്ചു വരുത്തണം എന്തിനാണ് അച്ഛൻ? 1 കിലോ അടയ്ക്കക്ക് 860 രൂപ. നേരത്തെ 600 എന്നല്ലേ പറഞ്ഞ? അപ്പോ 12 കിലോ അടയ്ക്കക്ക് എന്നാ കിട്ടടാവേ? 800 വെച്ച് 12 കൂട്ടിയൊന്നും വേണ്ട, അതിന് ഉത്തരം അങ്ങ് പറഞ്ഞാൽ മതി. 2500. പെർഫെക്റ്റ് ആൻസർ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ അച്ഛൻ ഒരു ചെറ്റയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരാണെന്ന് നോക്കൂല അമ്മ, അടിച്ചവരെ കവാല കുത്തി തിരിക്കും. എങ്കിൽ നിങ്ങളുടെ അച്ഛൻ ചെറ്റയല്ല, നല്ല മനുഷ്യൻ. ഓക്കെ. രഘുവിന് 10 തലവഴണവൻ. തനി രാവണനാണവൻ, എനിക്കറിയാം, എന്നെ നോക്കിയിട്ടുണ്ട്. ഓഹ്, രണ്ടെണ്ണം വള്ളി കേസാണ്. ഇതിപ്പോ എങ്ങനെ ഒഴിവാക്കും? കറണ്ട് പോയി. ബെസ്റ്റ്. ആരാ ഉത്സവപ്പറമ്പിൽ ഗാനമേള നടത്തിക്കൊണ്ടിരുന്നപ്പോ ഫ്യൂസ് ഊരിയത്? ആരായാലും ശരി, കറണ്ട് പോയാൽ നമ്മള് പാട്ട് നിർത്തോണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മള് പാട്ട് പാടിട്ടേ പോവും. പാടാ. എന്നാ സണ്ടയ്ക്ക് പൊട്ടനാവും കണ്ണ പന്തയം പോട്ടെ. അൻപിയെ പോലെ വന്നിട്ട് മണ്ണിപ്പ് കേട്ട് ബാഗിലോട്ട് മ്യൂസിക് ലിപ്സം കലക്കണം. അടിയടാവനാ. ഇവിടെ എന്താണ് ഇത് നടക്കണത്? കറണ്ട് വന്ന്. ഇവിടെ എന്താ രണ്ടുപേരും ഇവിടെ പോയി? ലൈറ്റ് എന്നാ സണ്ടയ്ക്ക് പോണാവുന്നൊക്കെ മണ്ണിപ്പ് പറ്റി. നിനക്ക് ഈ പാട്ടേ ഉള്ളൂ? വേറെ പാട്ടുണ്ട്, പാടാം. എന്നാ സണ്ടയ്ക്ക് പോണാവുന്നൊക്കെ. തുടങ്ങി. ഞാൻ പോയി വല്ല പഴം തുണി എടുത്തോണ്ട് കുത്തിക്കയറ്റി വെക്കാൻ വായില്. ഹലോ മക്കളെ, ഇട്ടി പാർക്കോൻ എങ്ങനെ ഉണ്ട്? നന്നായിട്ടുണ്ട്. അല്ല നിങ്ങൾ എവിടാ? നമ്മളിവിടെ സ്പേസ് ഗണ്ണില്. സ്പേസ് കണ്ടില്ല. നിന്ന് തപ്പണ്ട, ഇങ്ങോട്ട് വരെയും വെച്ചിട്ടുണ്ട് നിങ്ങക്ക്.